മൊയ്തീൻകുട്ടി സാഹിബ് കാട്ടിക്കൊടുത്ത ആ എക്സസൈസ് അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് 19-ാം തീയതി അടുത്ത ഒരു ജനറലായിട്ടൊരു ക്ലാസ്സും കൂടെ വെച്ചാൽ ബുദ്ധിമുട്ടുണ്ടാവുമോ? അതായത് അടുത്ത വെള്ളിയാഴ്ച എന്താ സംഭവിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എഞ്ചിനീയർ ഉണ്ട്, അദ്ദേഹത്തിന് 19-ഓ 26-ഓ ഏതാ കൺഫേം നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? 19-ന് ഉദവിയുടെ പരിപാടി മഗ്‌രിബിൻ്റെ ശേഷമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന അസർ ജമാഅത്തിന് മുമ്പായി നമ്മളൊക്കെ നിങ്ങളൊക്കെ വന്ന പോലെ ഇവിടെ എത്തി എന്ത് ചെയ്യുക, പിന്നെ മജ്‌ലിസുന്നൂറിൻ്റെ മുന്നേ ആയിട്ട് നിസ്കരിച്ച ഉടനെ തുടങ്ങാം. മജ്‌ലിസുന്നൂറിൻ്റെ ടൈമിൽ നിർത്തും 1 മണിക്കൂർ. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളുടെ സമ്മതത്തോടു കൂടെ എന്ത് ചെയ്യും, അദ്ദേഹം 19-ാം തീയതി പറഞ്ഞാൽ അങ്ങനെ വാക്ക് കൊടുക്കും. വാട്സപ്പ് ഗ്രൂപ്പിൽ വിവരങ്ങൾ തരും. ഓക്കെ ഓക്കെ, 8 മിനിറ്റ് എല്ലാം നിൽക്കി. അപ്പോൾ മൊയ്തീൻകുട്ടി സാഹിബ് കാട്ടിക്കൊടുത്തങ്ങ് ആ എക്സസൈസ് ഒറ്റടിക്ക് ആ 4 ഇത്ര 5 കാട്ടിക്കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? 5 കാട്ടിത്തന്ന് 5 ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? 4 3 ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട്? അല്ലല്ല, 2 ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട്. 2 ചെയ്യാൻ പറ്റുന്ന ആളുകളല്ല, 1 ആരുമില്ല. ചെയ്യാൻ പറ്റുമോ? 1 ചെയ്യാൻ പറ്റുമെങ്കിൽ 2 ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും. ഏതാണൊക്കെ ചെയ്യാൻ പറ്റുന്നത് അത് കാണിച്ച. കറക്റ്റാണോ? കാലൊക്കെ പൊസിഷൻ കറക്റ്റാണോ? ഇനി വേണോ? ഓക്കെ ഓക്കെ, ഇരിക്കും. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ലൂസുള്ള ഡ്രസ്സ് ധരിക്കാൻ ശ്രമിക്കുക. പിന്നെ ചൂടിന് പറ്റിയ ഡ്രസ്സ് വൈറ്റോ അല്ലെങ്കിൽ ലൈറ്റ് കളറുള്ള ഡ്രസ്സ് നല്ലത്. ഒരിക്കലും ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട് വരരുത്, കാരണം ചൂട് കൂടുതലായിരിക്കും. അറിയുന്നതല്ലേ, വൈറ്റ് ആണ് സപ്പോർട്ട്. ചൂട് കാലഘട്ടത്തിൽ ബ്ലാക്ക് ഉപയോഗിക്കരുത്. ഉപയോഗിക്കാം, അപ്പോൾ ആൾ ബ്ലാക്ക് മീൻസ് പാൻറ് ഉപയോഗിക്കാം. ഷർട്ടൊക്കെ പൊതുവെ ലൈറ്റ് കളർ ഉപയോഗിക്കുന്നതായിരിക്കും നന്നാവുക. ടീഷർട്ടൊക്കെ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും ബുദ്ധി. നമ്മളൊന്നുകൂടെ നല്ല നിലയ്ക്ക് പ്രസൻറ്റബിൾ ആയിരിക്കും. ഫുൾ കേജൊക്കെ ഇട്ട് ഒന്ന് അതായിരിക്കും ഒരു നല്ലതല്ലേ. പിന്നെ ഹെവി ഡ്രസ് ജീൻസൊക്കെ ഇട്ട് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം കുറച്ച് നടക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ തൊട പൊട്ടായേക്കാം, പാൻറ് ശരീരത്തിൽ നിന്ന് ഈ രോമങ്ങളൊക്കെ പൊടിയാൻ ശ്രമിച്ചേക്കാം. പിന്നെ നിങ്ങൾ ഡ്രസ്സ് ഊരുമ്പോൾ നിങ്ങൾ അവിടെ പോയിക്കാണ്ട് വീട്ടിൽ പറഞ്ഞത് പോലെ പാൻറ്റൊക്കെ ഊരിട്ട് ഓപ്പൺ എയറിൽ കിടക്കാൻ പറ്റില്ല. അപ്പോൾ മുൻകരുതലോട് കൂടെ നല്ല ഡ്രസ്സ് ഇട്ട് വരാം. ഇപ്പോൾ മൊയ്തീൻകുട്ടി സാഹിബ് പറഞ്ഞത് നമുക്ക് കാർഗോ പാൻസ് അറിയോ, ഒരുപാട് പോക്കറ്റുള്ള, അത് ഉള്ളവർക്ക് അത് ഉപയോഗിക്കാം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ 100 റിയാൽ കൊടുത്ത് വാങ്ങി അതിൻ്റെ പൈസയും കൊണ്ട് നിങ്ങൾ കമ്പനി തരണമെന്ന് പറയരുതല്ല. പിന്നെ ലൈറ്റ് വെയിറ്റ് ഷൂ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ചെരുപ്പ്. കാരണം കൂടുതൽ നടക്കുമ്പോൾ കാല് പൊട്ടാതിരിക്കാൻ വേണ്ടി. അപ്പം ഇത് പറയുന്നതെല്ലാം നിങ്ങളുടെ സേഫ്റ്റിയാണ്. കാരണം നമ്മളൊരു പ്രിപ്പറേഷൻ തീർച്ചയായും എടുത്തിരിക്കണം. പിന്നെ കൂടുതൽ നേരം നല്ല എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യാതിരിക്കാം. 8 മണിക്കൂറാണെങ്കിൽ 8 മണിക്കൂർ, അല്ലെങ്കിൽ മാക്സിമം 10 മണിക്കൂർ ചെയ്താൽ മതി. ഏതായാലും ഞാൻ 2 ദിവസം കഴിഞ്ഞാൽ പോകും. അപ്പോൾ ഒരു ദിവസം തന്നെ ഏകദേശം 32 മണിക്കൂർ ചെയ്യാം എന്ന് ഉദ്ദേശിച്ച് ആവരുത്. കാരണം കൂടുതൽ എടുക്കുമ്പോൾ നിങ്ങളുടെ എനർജി ലൂസാവും, നിങ്ങളാകെ ടയേർഡാവും. പിന്നീട് നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവരുത്. ഈ വർഷം വന്ന് ഈ വർഷം തന്നെ ആകെ ഇടങ്ങേറായി, അടുത്ത വർഷം ഇനി പോകുന്നില്ല, എങ്ങനെ ആവരുത്. ഇപ്പം ഇദ്ദേഹമൊക്കെ 15 വർഷം തുടർച്ചയായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എടുത്തിരിക്കുന്ന പ്രിക്കോഷൻസൊക്കെ വളരെയധികം തീർച്ചയായും അഭിനന്ദനാർഹമാണ് ഞാൻ വിശ്വസിക്കുന്നു. നല്ല നിലക്ക് ഉറങ്ങുകയും ചെയ്യാം. പിന്നെ ഭക്ഷണം നല്ല വെള്ളം കുടിക്കാം. കാരണം നിങ്ങൾ എവിടെയും തളർന്ന് വീഴരുത്. ജ്യൂസ് ഉണ്ടെങ്കിൽ ജ്യൂസോ ഫ്രൂട്ട്സൊക്കെ വേണമെങ്കിൽ അവിടെ കടകളുണ്ടെന്ന് തോന്നുന്നു, വാങ്ങിക്കഴിക്കാം. പിന്നെ കൂടുതൽ നേരം ചൂടുള്ള സ്ഥലത്ത് നിന്നാൽ, സൂര്യപ്രകാശം കണ്ടു നിന്നാൽ നിങ്ങളെ ശരീരത്തിൽ വെള്ളം നീരാവി പോവും.
സൺസ്ട്രോക്ക് ഉണ്ടാകും. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ കൂടുതൽ കണ്ടുവരുന്ന ഒരു ഇതാണ് ഹാർട്ട് അറ്റാക്ക്. അതിന് പ്രായപരിധിയൊന്നുമില്ല. 18 വയസ്സായ യുവാവിന് വരെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താണ്? കൂടുതൽ അങ്ങനെയൊക്കെ പറയുന്നത് ഇതാവുമല്ലോ. ഇവിടെ അടുത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇതുപോലുണ്ടായി. നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളൂ. ഇവിടെ ചൂട് പെട്ടെന്ന് കൂടിയാന്ന് തോന്നുന്നു. നാട്ടിൽ നല്ല മഴയാണല്ലോ. ഇവിടെ വന്ന് 2 ദിവസമായപ്പോൾ എസിലാണ് ജോബ്. എങ്കിൽ തന്നെ റൂമിലേക്ക് പോകുന്ന വഴിയിൽ കുഴഞ്ഞ് വീണ് ഒരു ഭാഗം മൊത്തം തളർന്നു, മുഖം വരെ കൂടി. ഇതാണ് അവസ്ഥ. അപ്പം നമ്മൾ പക്ഷെ അൽഹംദുലില്ലാഹ് അയാൾ പിന്നെ എല്ലാ ശുശ്രൂഷയെല്ലാം കിട്ടി, ഇപ്പം മാറി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, നമ്മൾ കൂടുതൽ വെയിൽ കൊള്ളുമ്പോൾ ഇത്രയധികമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നമ്മളതിന് എപ്പോഴും മുൻകരുതൽ എടുത്തിരിക്കുന്ന പറഞ്ഞു. ഒരിക്കൽ നിങ്ങളെ ഭയപ്പെടുത്തി പോരണ്ട എന്നുള്ളതല്ല ഉദ്ദേശം. നിങ്ങൾ സ്വയം തയ്യാറാവണം. ഇത്രയുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടായിരിക്കാം, അതിനു വേണ്ടിയുള്ള മുൻകരുതലുകൾ ഞാൻ എടുത്തിരിക്കണം എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവട്ടെ. പിന്നെ നമ്മളവിടെ എത്തുന്നത് തീർച്ചയായിട്ടും ദുൽഹജ്ജ 10-നായിരിക്കും. 10, 11, 12, 13 ദിവസങ്ങളിലായിരിക്കും നമ്മളുടെ സേവനം അവിടെ കൊടുക്കേണ്ടത്. അങ്ങനെ തന്നെയല്ലേ? നമ്മൾ തിരിച്ചു പോരുന്നത് 11-നല്ലേ? 9-നാണ് ഇടാൻ കാരണം, ഒരു പക്ഷേ നമ്മൾ ഇവിടുന്ന് വോളണ്ടിയർമാരെ, കോൺസുലേറ്റ് വഴിയുള്ള വോളണ്ടിയർമാർക്ക് 9-ന് പോയിക്കോളെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ പോണ്ടേ? അതും തയ്യാറാവണം. അല്ല ഞാൻ 10-ന് മാത്രമേ പോകൂ, അങ്ങനെയൊന്നുമില്ല. എനിക്ക് അങ്ങനെ അവസ്ഥ വരികയാണെങ്കിൽ നല്ല തിരക്കുള്ള ദിവസമായിരിക്കും. പ്രത്യേകിച്ച് 10-ന് അന്ന് വരുന്നത് അറഫ കഴിഞ്ഞ് മുസ്ദലിഫ കഴിഞ്ഞ് മിനാലേക്ക് വന്നിട്ട്, മിനാലേക്ക് വരുന്നുണ്ടാവാം, ജംറാത്തിന് ഇങ്ങോട്ട് വരുന്നുണ്ടാവാം. ഈ ബോധം നമുക്കുണ്ടായിരിക്കണം. ഈ ആളുകൾ എവിടുന്നാണ് വരുന്നത്, എന്ത് കഴിഞ്ഞിട്ടാണ് വരുന്നത്, ആ ആളുകളുടെ ഒഴുക്ക് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണം. അവിടെ കാണുന്നത് പൊതുവെ ജംറാത്തിൽ നിന്ന് ടെൻറ്റിലേക്ക് പോകുന്ന ആളുകളെ ആയിരിക്കും നമ്മൾ കൂടുതൽ സേവനം കൊടുക്കേണ്ടത്. കാരണം അവർക്ക് ടെൻറ്റുകൾ കാണില്ല, അറിയില്ല, ടെൻ്റ് എവിടെയാണെന്ന് അറിയില്ല. തലേന്ന് 2 ദിവസം അറഫയിലും മുസ്ദലിഫയിലും രാപ്പാത്ത് ക്ഷീണിച്ച് റൂം അറിയാതെ ഭക്ഷണം കിട്ടാതെ തളർന്ന് അവസരമായിരിക്കുന്ന ജംറാത്തിലൊക്കെ തിരക്കിൽപ്പെട്ട് കല്ലേറെല്ലാം കഴിഞ്ഞ് വരുന്ന ആളുകൾ റൂം കിട്ടിയ കടുന്ന സ്ഥലം കണ്ടെത്തിയാൽ മതിയുള്ള ഒരു കൂടുതൽ ആ ഇതിലാണ് ആൾക്കാർ വരുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അവരോട് നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കണം. നേരത്തെ ഞാൻ ഇതിനകത്ത് എഴുതിയില്ലേ, നമ്മൾ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം. നമ്മളെ സൗകര്യത്തിനെല്ലാം വേണ്ട പ്രവർത്തിക്കേണ്ടത്. ഈ വരുന്ന ആളുകൾ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച് വരുന്നവരാണ്. ഒരു പക്ഷേ നിങ്ങളൊക്കെ മുൻപ് ഹജ്ജ് ചെയ്തവരായിരിക്കാം, ഇത്യാദികളുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചവരായിരിക്കാം. അല്ലെങ്കിൽ വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ നിങ്ങൾ മാനസികമായും ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശമുള്ളവരായിരിക്കാം. അപ്പോൾ നിങ്ങളും ഇത്തരം കാര്യങ്ങൾ അനുഭവിക്കാൻ പോകുന്നവരായിരിക്കാം. അപ്പം അത് മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം നിങ്ങളുടെ പെരുമാറ്റം. തിരക്ക് വരുമ്പോൾ ഒരിക്കലും ഭയപ്പെടരുത്. നിങ്ങൾ ഗ്രൂപ്പായി നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. തനിച്ചൊക്കെ നിൽക്കുമ്പോഴാണ് പലപ്പോഴും എവിടെയാണ് മിസ്സിംഗ് ഒക്കെ കാണാൻ സാധ്യത വരാറ്. ആളുകൾ മിസ്സിംഗ് വരാനുള്ള കാരണവും അത് തന്നെയാണ്. ഒരിക്കലും പുതിയ ആളുകൾ തനിച്ച് നിൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം. നിങ്ങൾ മുൻപരിചയമുള്ള ആളുകളെ കൂടെ തന്നെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കണം. ഗ്രൂപ്പ് ക്യാപ്റ്റന്മാരും പുതിയ ആളുകളെ ഉണ്ടെങ്കിൽ തനിച്ച് വിടരുത്. അവർക്കൊരു പക്ഷേ അവിടുത്തെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. പിന്നെ അവരും തിരഞ്ഞ് നമ്മൾ പോണ്ടി വരും. അവർക്കും വ്യക്തമായിട്ടുള്ള ബോധം ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ പുതിയ വരുന്ന ആളുകൾ തൽക്കാലം മുൻപരിചയമുള്ളവരെ സഹായിക്കട്ടെ എന്നുള്ള നിലയിലായിരിക്കണം. അപ്പോൾ പുതിയ വന്ന ആളുകൾ പക്ഷേ കൂടുതൽ എക്സ്പീരിയൻസുള്ള വയസ്സുപരമായ കൂടുതലുള്ള ആളുകളായിരിക്കും. ഈ ചെറിയ പയ്യൻ പറയുന്നത് ഞാൻ കേൾക്കണോ, അങ്ങനെയൊന്നും ഇയാൾക്കും ചെയ്യരുത്. ഓക്കെ, നിങ്ങൾ ജംറാത്തിൻ്റെ അടുത്തൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ടെൻറ്റിൻ്റെ അടുത്താണ് നിങ്ങൾ വിന്യസിച്ചെങ്കിൽ, ആളുകൾ ജംറാത്തിലേക്ക് പോകുമ്പോൾ കുറേ ബാഗും തോളിൽ കസേര കയറ്റി പോകുന്നത് കാണാം. നിങ്ങൾ കഴിഞ്ഞ പരമാവധി ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇതുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളെ സ്ഥാനം മിസ്സാവാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ
ഇതുകൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. തീർച്ചയായിട്ടും നിങ്ങളും അവളോട് പറയണം, നല്ല നിലയ്ക്ക് ചെയ്യാൻ വേണ്ടിയുള്ള അവസരങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ ഒരു പക്ഷേ അത് ഓരോ ബാഗ് നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചു പോകും. അപ്പോൾ നമുക്ക് ഉത്തരവാദിത്വം കൂടി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇന്ന സ്ഥലത്ത് ഞാൻ കൊടുക്കും അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആളുകൾ കാണുന്ന ഒരു പ്രതീക്ഷയില്ല. ഇനി ഏൽക്കുകയാണെങ്കിൽ തന്നെ തിരിച്ച് എവിടെ എത്തിക്കണം, ടെൻറ്റിൻ്റെ പോയിൻ്റൊക്കെ നിങ്ങൾ മനസ്സായിക്കൊണ്ട് മാത്രമാവണം. വരെ പറഞ്ഞ പോലെ വെൽക്കം വെച്ച് പാണ്ടായി ആവരുത്. നിങ്ങൾ കാര്യം പറഞ്ഞും ചെയ്ത് എൻ്റെ കൈ തരുകയും ചെയ്ത് ഞാൻ ഇപ്പോൾ എന്താക്കണം എന്നുള്ള പോലെ ആവരുത്. പിന്നെ ശരീരത്തിൻ്റെ പരമായിട്ട് ഒരുപാട് ഒഴിവ് കഴിവുകളുണ്ട്. അംഗവൈകല്യമുള്ള ആളുകൾ ജംറാത്തിലേക്ക് വരുമ്പോൾ അവർ ഒരു കാലിന് സുഖമില്ലാത്ത ആൾ നേരെ പോയി കണ്ട് ജംറാത്ത് വരേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് വേറെ ആളെ ചുമതലപ്പെടുത്താം. അങ്ങനെ തന്നെയല്ലേ അല്ലേ? അത് അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒരാളെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നമുക്കത് അറിയാതിരിക്കാം, ഈ വരുന്ന ആളുകൾക്ക് അറിയില്ലായിരിക്കും. പക്ഷെ നമ്മൾ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പം നമ്മളും ആ കൂടുതൽ അവരെ മുന്തിയും കൊണ്ട് വിടരുത്. അത് എന്തിനും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളും കൂടെ ഉത്തരവാദിയാണെന്നുള്ള ഒരു ബോധവും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. നിങ്ങളൊരാളെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും അയാൾക്ക് കൂടുതൽ അസുഖം അയാൾക്കുണ്ട്, ഒരു പക്ഷേ നമ്മൾ കൂടുതൽ ആളെ നോക്കുമ്പോഴായിരിക്കും അദ്ദേഹത്തിന് ക്രിട്ടിക്കലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അവരെ നേരെ അങ്ങോട്ട് വിടരുത്. ബന്ധപ്പെട്ട മെഡിക്കൽ പോയിന്റിലേക്ക് എത്തിക്കുന്നു വേണം. എല്ലാ മക്തബുകളിലും ഉണ്ടായിരിക്കാം ഇന്ത്യയുടെ ഹജ്ജ് മക്തബ്, എല്ലാ ടെൻറ്റുകളിലും, അത് മനസ്സിലാക്കണം. പിന്നെ ഇൻഫർമേഷൻ ഡെസ്കുകൾ, പിന്നെ ഹെൽത്ത് സപ്പോർട്ട്സ്, ഇതായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ചെയ്യേണ്ട സംഭവങ്ങൾ. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ക്ലാസ് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ എന്നാലും ജനറലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയും. ആംബുലൻസ് അവൈലബിൾ ആണ് 24 hours. നമുക്ക് അതിന് ബന്ധപ്പെട്ട മേഖല പ്രവർത്തിക്കുന്നത് അറിയാം. ഡോക്ടേഴ്സും പാരാമെഡിക്കൽ സ്റ്റാഫും വിളിച്ചാൽ അവിടെ എല്ലാ കോൺസുലേറ്റിൻ്റെ സെൻ്ററുകളും, എല്ലാ ഹജ്ജ് മിഷൻ്റെ സെൻ്ററുകളുടെ അടുത്ത് തന്നെ ഇതുണ്ടായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഹോസ്പിറ്റലുകളുണ്ട്, ICU ഉണ്ട്, ബെഡ്, എല്ലാ സംഭവമുണ്ട്. നിങ്ങളൊരാളെ ഒരു അസുഖം പിടിപെട്ട ഒരാളെ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് ഒരു നഷ്ടം നമുക്ക് ഉണ്ടാവില്ല. കാരണം എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ്. നിങ്ങളത് ബാധ്യതയായിട്ട് കാണരുത്, എൻ്റെ കയ്യിൽ നിന്നുള്ള പൈസ പോകും അങ്ങനെ. ഇനി ഹേർട്ട് സർജറി ആണെങ്കിൽ പോലും ഗവൺമെൻറ് അത് ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്കവിടെ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് സേവനം മാത്രം. ഇപ്പം നിങ്ങൾ ഹജ്ജമായുടെ ID നമ്പർ റെഫർ ചെയ്യണം. കൈമിൽ ടാഗ് ഉണ്ടായിരിക്കാം. ആ ടാഗിമിലായിരിക്കും ടെൻറ്റ് നമ്പറും മക്തബ് നമ്പർ, പോൾ നമ്പറൊക്കെ ഉണ്ടായിരിക്കും. അത് എങ്ങനെയുള്ള നോക്കേണ്ട ഐഡിയ നിങ്ങൾക്ക് വരുന്ന ക്ലാസ്സിൽ പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ കൂടെയുള്ള മെഹറമോ അല്ലെങ്കിൽ അവരെ ബന്ധപ്പെട്ട ആളുകളെ വിളിക്കണമെന്നുണ്ടെങ്കിൽ അവരെ മൊബൈലിൽ നിന്ന് വിളിക്കുന്നത് പരമാവധി നിങ്ങൾ കുറക്കണം. അങ്ങനെ സാഹചര്യം കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇല്ലേ? നിങ്ങളെ മൊബൈലിൽ കുറച്ച് പൈസ കയറ്റി വെക്കുക. ഒരാളെ വിളിക്കണമെന്നുണ്ടെങ്കിൽ അവർ നമ്പർ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് വിളിക്കാം. എന്നാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞെടുക്കാൻ പറ്റും. തിരിച്ച് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനും പറ്റും. ഓക്കെ? അതല്ല, നിങ്ങൾ ഈ വ്യക്തിയുടെ ഫോണിൽ നിന്ന് വിളിക്കുമ്പോൾ പിന്നെ തിരിച്ച് വിളിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞെടുക്കാൻ പറ്റില്ല എന്ന് വന്നേക്കാം. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ എല്ലാ ഹജ്ജ് ഒഫീഷ്യൽസിൽ നമ്മുടെ ഹജ്ജ് ഒഫീഷ്യൽസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്യാപ്റ്റന്മാരുടെയൊക്കെ ഫോൺ നമ്പർ നമ്മുടെ കയ്യിൽ വ്യക്തമായിട്ടുണ്ടായിരിക്കണം. അത് പിന്നീട് പറഞ്ഞുതരാം. നിങ്ങൾ ഒരിക്കലും കളവ് പറഞ്ഞു വിടരുത്. നേരത്തെ അജീസ് സാഹിബ് പറഞ്ഞ പോലെ അറിയില്ലെങ്കിൽ ചോദിക്കുക. ഒരിക്കലും അറിയാത്ത സംഭവം നിങ്ങൾ ഒരാളെ ഇതിലെ പൊയ്ക്കോളെന്ന് പറഞ്ഞ് വെറുതെ അങ്ങോട്ട് തള്ളി വിടരുത്. ഇത് നമ്മളെ കുറിച്ചുള്ള ടോട്ടൽ എന്താ പറയുക ഇംപ്രഷൻസ് കീബോർഡ് പോകും. നമ്മളൊന്ന് പറയും, അപ്പം പറയും നിങ്ങൾ ഈ കുപ്പായിട്ട് ചിങ്ങായിനല്ലേ നേരത്തിനോട് പറഞ്ഞ് ഇതിലെ പൊയ്ക്കോളിന്ന്. അപ്പോൾ നമ്മൾ അതിലെ പോകേണ്ടത് ഇതിലെ പോകേണ്ടതെന്ന് ഒരാളെ കുറേ ഇങ്ങനെ വട്ടം കറക്കിയിട്ട് നിങ്ങൾക്ക് കാരണമുണ്ടോ? നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒരിക്കലും കളവ് പറഞ്ഞു കൊടുക്കരുത്. പിന്നെ വരുന്നത് ലഗേജ് കംപ്ലയിൻസ് ആയിരിക്കും, മിസ്സിങ്. അത് നിങ്ങൾ ഇൻഫർമേഷൻ ഡെസ്കിൽ കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യണം.
മിസ്സിംഗ് പീപ്പിൾ അത് പ്രത്യേകം കൗണ്ടർ തന്നെയുണ്ട് കോൺസുലേറ്റ്. അവർ ബാഗേജിൻ്റെ സംഭവങ്ങളും ഇവിടെ ഇൻഫോം ചെയ്യുക, എന്നിട്ട് അവരെ സമാധാനിപ്പിക്കാം. ഫോൺ നമ്പറും ഡീറ്റെയിൽസും അവിടെ കൊടുത്തു കഴിഞ്ഞാൽ സാധനം കിട്ടുമ്പോൾ തിരിച്ച് എത്തിക്കുക. പിന്നെ മിസ്സിംഗ് മെമ്പർമാരുടെ ആളുകളുടെ ഡീറ്റെയിൽസ് തരുമ്പോഴും വ്യക്തമായിട്ടുള്ള നമ്പറുകളും, ഇപ്പം കൂടുതൽ മെഹറമുകളായിരിക്കും എന്ന് ചോദിക്കുന്നത്, അപ്പോൾ അവരുടെ നമ്പറും മെഹറമിൻ്റെ നമ്പറും ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് കൊടുക്കണം. അല്ലാതെ ജസ്റ്റ് പിന്നെ എന്തിനും പറഞ്ഞിട്ട് അങ്ങോട്ട് വിടുകയല്ല ചെയ്ത്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉത്തരവാദിത്തമാണ് കണ്ടെത്തി കൊടുക്കുന്നത്. കഴിഞ്ഞ വർഷം ഒരുപാട് ആളുകളെ മിസ്സിംഗ് ആയ ആളുകളുടെ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ വളരെ നല്ല രീതിയിൽ അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് വളരെ ഒരു വാല്യൂ ഡോക്യുമെൻ്റ് ആയിട്ട് വരെ കോൺസുലേറ്റ് അത് പരിഗണിച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ദിവസങ്ങളിലൊക്കെ ആളുകൾ മിനേന്ന് വിട്ടുപോകുന്ന ദിവസങ്ങളുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഒരാൾ വന്ന് കാണുമ്പോൾ നിങ്ങൾ ടെൻറ്റിൻ്റെ അടുത്തൊക്കെയാണ് നിങ്ങൾ ഡിപ്ലോ ചെയ്ത് നിങ്ങളെ നിർത്തിയിരിക്കുന്നതെങ്കിൽ ആളുകളെ വിട്ടു പോകുമ്പോൾ അവരെ സാധനമൊക്കെ എടുത്തു പോകാൻ വേണ്ടി നമ്മൾ അവരോട് പറയണം. ഒരു പക്ഷേ ഈ പ്രായ ആളുകൾക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ഹജ്ജാണ്ട് കഴിഞ്ഞ് അവരെ തലക്കോടെ എന്തോ ആയിണ്ടോ. അപ്പം പോകുമ്പോൾ സാധനങ്ങളൊക്കെ അവരെ നമ്മളെ കയ്യിൽ നിന്ന് പരമാവധി നമുക്കിപ്പോൾ എല്ലാം ഏൽക്കാൻ പറ്റിക്കണമെന്നില്ല, എങ്കിൽ തന്നെ നമ്മളെ ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ ആണ് നമ്മൾ ഉദ്ദേശം പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഞാൻ ഏകദേശം എൻ്റെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഇതൊക്കെ ആയിരിക്കും നമ്മുടെ അവരുടെ കയ്യിലുള്ള ടാഗുകൾ. അവരുടെ കയ്യിൽ ടാഗുകൾ ഉണ്ടായിരിക്കും, വ്യത്യസ്ത കളറിലായിരിക്കും. ഈ വർഷം ഡിജിറ്റൽ ആണെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നു, അല്ലാഹുവലം ഞാൻ കണ്ടിട്ടില്ല. അത് തന്നെയാണോ? അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് കിട്ടുമായിരിക്കും. അത് കമ്മിറ്റിക്കാർ കണ്ടെത്തിയിട്ട് പിന്നെ അടുത്ത സെഷനുകളിൽ കാണിക്കും. ഈ ടാഗിനകത്തുണ്ടായിരിക്കും അവളെ ടെൻറ്റ് നമ്പർ. അവിടുത്തെ പിന്നെ അവരുടെ പിന്നെ എന്താ പറയുക ഒരു ടാഗ്, വേറെ ടാഗ് ഉണ്ട്. അതിനകത്ത് അവരെ പോൾ നമ്പർ ഉണ്ടായിരിക്കും, മക്തബ് നമ്പർ ഉണ്ടായിരിക്കും. ഇതൊക്കെ നമ്മൾ ട്രാക്ക് ചെയ്യണം. ഇത് ഒരു പോലീസുകാരൻ ഒരു പ്രായമുള്ള ഒരു ആജിയുടെ തലയിൽ കൂൾ വാട്ടർ ഒഴിച്ചു കൊടുക്കുന്ന അത്രയും സേവന മദ്രാണ് ഈ പട്ടാള മിലിറ്ററിക്കാരൻ. അദ്ദേഹം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹം അവിടുത്തെ ഗവൺമെൻറ് അപ്പോയിൻമെൻറ്റ് ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്താണ്? അവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ളത്. അപ്പം ഇത്രയധികം മറ്റുള്ളവരെ എന്താ പറയുക വളരെ കാരുണ്യപരമായിട്ട് പെരുമാറുന്ന ആളുകളാണ്. നമ്മളൊരിക്കലും പേരെടുത്ത് വിളിക്കാതിരിക്കുക ഹാജിമാരുടെ. ഹാജി എന്നുള്ള ഒരു അതായിരിക്കും നല്ലത്, അല്ലേ? പിന്നെ ഇതാണ് അവിടുത്തെ നമ്മളെ കൂടുതൽ നമ്മൾ കാണുന്ന ഒരു ഏരിയ ഇതൊക്കെ, നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങൾ ഇതൊക്കെ ആയിരിക്കാം. ഇതിപ്പോൾ യൂറോപ്യൻസൊക്കെ ഉള്ള ഏരിയ ഇതാണ്. ഇവിടെ ജമ്പാരത്തെ ഇപ്പം നമ്മുടെ ഇന്ത്യൻസ് ആളുകൾ കാണുന്ന ഒരു സ്ട്രക്ചർ ഇവിടെയാണ്. മാപ്പ് റീഡിങ്ങിലൂടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇതാണ് ഹജ്ജിൻ്റെ ടോട്ടൽ അവിടുത്തെ അവസ്ഥ. ഇത്രയും തിരക്കുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഇപ്പം ഈ കാലഘട്ടങ്ങളിലൊന്നും ഇതൊന്നും കാണാറില്ല, എങ്കിൽ തന്നെ ഏതായാലും നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തന്നു മാത്രം. പിന്നെ ടെൻറ്റുകളുടെയും ജനങ്ങളുടെയൊക്കെ തിരക്ക് ഇങ്ങനെയായിരിക്കും. അറഫയിലെ തിരക്കാണ്, എങ്കിലും ഈ ജനങ്ങളൊക്കെ തന്നെയായിരിക്കും മിനയിലേക്ക് വരുന്നതും തിരിച്ചു പോകുന്നതും. അറഫയിലെ തിരക്കുണ്ടോ ആ തിരക്ക് മിനയിൽ അനുഭവപ്പെടും. പിന്നെ മിന ട്രെയിൻ സർവീസ് ഉണ്ട്. ഈ ട്രെയിൻ സർവീസുള്ള ആളുകൾ നിങ്ങളൊന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളത് വ്യക്തമായിട്ട് ഒരു അറിവുണ്ടായിരിക്കണം. കാരണം എല്ലാവർക്കും ട്രെയിൻ സർവീസ് ഉണ്ടായിരിക്കില്ല. ചില ആളുകൾക്ക് പേയ്മെൻറ്റ് കൊടുത്തവർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എനിക്കറിയില്ലെന്ന് പറയരുത്, ട്രെയിൻ സർവീസ് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അവർക്കൊരു കാർഡുണ്ടാവും. ആ കാർഡ് എന്താണെന്ന് നോക്കിയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതിന് എല്ലാ ആളുകളെയും ഇപ്പം മുസ്ദലിഫിൻ്റെ ഭാഗത്തൊക്കെ ആണെങ്കിലാണ് നിങ്ങൾക്ക് പിന്നെ ട്രെയിൻ കയറാൻ വേണ്ടി നിങ്ങൾക്ക് പറഞ്ഞേക്കാൻ സൗകര്യം ഉണ്ടാവും. അതായത് നിങ്ങൾ പിന്നെ കിങ്കാളി റോട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങോട്ടേക്ക് പറഞ്ഞേക്കുമ്പോൾ ഒരുപാട് ദൂരം നടക്കണം. അപ്പം പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ അത്ര കൊണ്ടാക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ഇതാണ് എനിക്ക് നിങ്ങളുടെ ഈ ഹജ്ജ് വാളിൻ്റെ ദൗത്യത്തിലേക്ക് എനിക്ക് തരാൻ പറ്റുന്ന ചില തയ്യാറെടുപ്പിൻ്റെ ചില പൊടിക്കൈകൾ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, പങ്കുവെക്കാം.
കുറേ വികലാംഗരായ ആൾക്കാർ വന്നിട്ട് അവർക്കിപ്പം വീൽ ചെയറിൻ്റെ കാര്യം പറഞ്ഞില്ലേ, നമ്മുടെ ഇക്കാമ അവിടെ കൊടുത്തിട്ട് നമ്മൾ വീൽ ചെയർ വാങ്ങിക്കണം. അപ്പം ഇക്കാമ കൊടുത്തു കഴിയുക നമ്മൾ വീൽ ചെയറുമായിട്ട് വന്നു. ഇപ്പം ഈ വികലാംഗനെയും കൊണ്ട് നമ്മൾ എത്തിക്കേണ്ട സ്ഥാനത്ത് പോകുന്നു. ആ പീരീഡിൽ ഏതെങ്കിലും ഒരു ചെക്കിങ് വന്നാൽ നിങ്ങളുടെ ഇക്കാമ എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ അല്ല യൂണിഫോം ഉണ്ട്. ഒരു 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 കാര്യം ഞാൻ വേറെ ഒന്നുമല്ല, ഇപ്പം നമ്മൾ ഇട്ടേക്കുന്ന യൂണിഫോമാർ വേറെ മേ ബി. അദ്ദേഹത്തിൻ്റെ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീൽ ചെയർ പോയിന്റിൽ നിന്ന് എൻ്റെ ഇക്കാമ കൊടുത്തുകൊണ്ട് ഞാൻ വീൽ ചെയർ കരുപ്പറ്റി ഞാൻ പോകുമ്പോൾ ചെക്കിങ്ങിൽ പെട്ടാൽ ബുദ്ധിമുട്ടല്ലേ? അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു. അദ്ദേഹം വളരെ വിശദമായി പറഞ്ഞിരുന്നു. നമ്മളുടെ അടുത്ത് തന്നെ 50 വീൽ ചെയറുകളുണ്ട്. ഇൻഷാ അല്ലാഹ് തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ 50 വീൽ ചെയർ നമ്മുടെ അടുത്ത് മേടിക്കാം. അതല്ലെങ്കിൽ അടുത്ത ചോദ്യം, നിങ്ങൾ അതിൻ്റെ അല്ലെങ്കിൽ അവരുടെ ബാഡ്ജ് ഉണ്ടാവും. ഹാജിയുടെ ബാഡ്ജ് ഹജ്ജ് കൗൺസിലേറ്റിൽ ഹജ്ജ് മിഷൻ്റെ ഓഫീസിൽ കൊടുത്താൽ എന്ത് ചെയ്യും? 3 തരം ബാഡ്ജുകളാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് അടുത്ത ഹജ്ജിന്, ഈ വരുന്ന ഹജ്ജ് അവർക്കുണ്ടാവുക. മിനയിലേക്കുള്ളതും മക്കയിലേക്കുള്ളതും മദീനയിലേക്കുള്ളതും 3 ബാഡ്ജുകളും അദ്ദേഹം കാണിച്ചല്ലോ പിന്നെ അതിലുള്ള. അപ്പോൾ മിനായിലേക്കുള്ള ബാഡ്ജ് കൊടുത്തു കഴിഞ്ഞാൽ ഹാജിനെ സംബന്ധിച്ചിടത്തോളം ബാഡ്ജല്ല, ടാഗാണ് പ്രധാനം. നാട്ടിൽ നിന്ന് വരുമ്പോൾ കിട്ടുന്നൊരു ടാഗുണ്ട്. അത് വ്യക്തമായി പറഞ്ഞാൽ എത്ര പേർ അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്തിരുന്നു എന്ന് വരെ അതിലുണ്ടാകും. ആ ടാഗ് കൊടുത്താൽ അവരെന്ത് ചെയ്യും? നിങ്ങൾക്ക് തരും. നിങ്ങളുടെ മൊബൈൽ നമ്പറും എഴുതി വെക്കും. അതല്ലെങ്കിൽ 250 റിയാൽ അല്ലെങ്കിൽ 200 റിയാൽ കെട്ടിവെച്ചാലാണ് എന്ത് ചെയ്യുക? സാധാരണ അത് കിട്ടാറുള്ളത്. അങ്ങനെയുള്ള റിസ്കിലേക്കൊന്നും നിങ്ങൾ പോകണ്ട. ഇൻഷാ അല്ലാഹ് നമ്മുടെ വീൽ ചെയറുകൾ ഉപയോഗപ്പെടുത്തിയാൽ തന്നെ ഇൻഷാ അല്ലാഹ് വളരെ സൗകര്യം ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് വേറെന്തെങ്കിലും? അസ്സലാമു അലൈക്കും. നമ്മൾ പിന്നെ അവിടെ സ്ഥലങ്ങളൊക്കെ ആദ്യം പരിചയപ്പെടാൻ പോകാൻ പറ്റുമോ? ഇല്ലല്ലേ? ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനി വളരെ ശ്രദ്ധിക്കേണ്ടത് മൂപ്പരുടെ ക്ലാസ്സിൽ സംശയങ്ങൾക്ക് മറുപടി എന്നുള്ളതിൽ പിന്നെ ടാഗ് റീഡിങ് അതുപോലെ മാപ്പ് റീഡിങ് ഈ ക്ലാസ്സുകൾ നിർബന്ധമായും നിങ്ങൾക്ക് തരും. മക്ക ടാഗ് റീഡിങ് നിങ്ങൾക്ക് ആവശ്യമില്ല. ക്ലാസ് ഹലോ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിക്കരുത്. മക്കയുടെ ടാഗ് റീഡിങ് നിങ്ങൾക്ക് ആവശ്യമില്ല. നേരെ മറിച്ച് മദീനയിലേത് നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് മാത്രമേ ഉള്ളൂ? മിന ഓപ്പറേഷനേ ഉള്ളൂ. അതുപോലെ എൻ്റെ ടെൻ്റ് എവിടെയാണ്? നിങ്ങളെന്ത് ചെയ്യേണ്ട, ഞാൻ ഇത് കഴിഞ്ഞാൽ പോകുന്ന മക്കയിലെ എൻ്റെ താമസ സ്ഥലം എവിടെയാണ്? അത് നിങ്ങളായിട്ട് ബന്ധപ്പെട്ടതല്ല. നമ്മുടെ വക്ക വളണ്ടിയർമാരുടെ നമ്പർ കൊടുക്കുക. പിന്നെ നിങ്ങൾക്കൊരു ചെക്ക് ലിസ്റ്റ് പോലെ ഒരു സാധനം തരും, എന്തൊക്കെയാണ് നിങ്ങൾ ക്യാരി ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. അതുപോലെ ടീം ക്യാപ്റ്റന്മാർ, നിങ്ങളുടെ ടീം ക്യാപ്റ്റൻ ആരാണെന്നുള്ളതും എന്തെങ്കിലും സംഭവിച്ചാൽ വിക്കായുടെ ആരെയൊക്കെയാണ് ബന്ധപ്പെടേണ്ടത് എന്നുള്ളതും നിർബന്ധമായും നമ്മൾ ഇതിലുണ്ടാകും. പിന്നെ എയർപോർട്ടിലേക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്തത് 12 പേരാണ്. ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ടത്, ആരെങ്കിലും എയർപോർട്ടിലേക്ക് ഇനി രജിസ്റ്റർ ചെയ്യാണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുക. അതിൻ്റെ പുറമെ ഇവിടെ വന്നിട്ട് ഫോം ഒന്നും കൂടി ശ്രദ്ധിക്കുക. കുറച്ച് നേരം കൂടി അബ്ബാസ് കുറച്ച് നേരം കൂടി വന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് ഞാൻ ഹാജർ എടുത്തിരുന്നു. ക്ലാസ് തുടങ്ങിയതിന് ശേഷം ഹാജർ എടുക്കാത്തവരെ കൊണ്ട് പേരും മൊബൈൽ നമ്പറും എഴുതിച്ചിരുന്നു. ക്ലാസ് ആളുകൾ ആരെങ്കിലും പേരും മൊബൈൽ നമ്പറും എഴുതാത്തതുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? എഴുതണം. കാരണം ഞാൻ പറഞ്ഞു ഏകദേശം 5 ട്രെയിനിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ 5 ട്രെയിനിങ്ങിൽ ചുരുങ്ങിയത് ഒരു 3 എണ്ണത്തിലെങ്കിലും പങ്കെടുക്കാത്ത ആളുകളെ നമ്മൾ ഒരു കാരണവശാലും കൊണ്ടുപോകില്ല. മാപ്പ് റീഡിങ്ങിൽ പങ്കെടുക്കാത്ത ആളെ നമ്മൾ ഹജ്ജിന് തന്നെ കൊണ്ടുപോകില്ല. കാരണം നിങ്ങൾ വേസ്റ്റാണ്. നിങ്ങൾ വിക്കായയിൽ വേസ്റ്റായി മാറും. കാരണം എന്താ അറിയോ? ഒരാവശ്യം നിങ്ങളെ കൊണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവിടെ വന്ന് നിങ്ങൾക്ക് മാപ്പിട്ട് നോക്കാനേ കഴിയുള്ളൂ. എല്ലാം അറിയും എന്ന് പറയുന്നവൻ അറിയാത്തവനാണ്. അപ്പം അതുകൊണ്ട് ഇന്ന് ഒന്നരായ തൗസീഫ് സാഹിബ് ക്ലാസ് എടുത്തു. നിങ്ങൾ ശ്രദ്ധിച്ചോ അല്ലേ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ചെയ്യിപ്പിച്ച ഒരു എക്സസൈസ് പോലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതിൽ വല്ലാത്ത വേദന എനിക്ക് തോന്നി. അതുകൊണ്ട് സഹോദരന്മാരെ, അദ്ദേഹത്തിൻ്റെ ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഒന്നരായ മുസ്തഫ ബാക്കവിൻ്റെ ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വിക്കായ ഗ്രൂപ്പിൽ ഇടുമ്പോൾ നിങ്ങളതൊരു 2 തവണ, ചുരുങ്ങിയതും 2 തവണ നിങ്ങളത് കേൾക്കാൻ ശ്രമിക്കണം. അടുത്ത വെള്ളിയാഴ്ച നിങ്ങളുടെ ക്ലാസ്സിൻ്റെ ഉള്ളിലായി
2 തവണ, പ്രത്യേകിച്ച് തൗസീഫ് സാഹിബിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ അദ്ദേഹത്തിൻ്റെ സ്ലിപ്പ് ഈ നമ്മുടെ ഇത് മലയാളീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. കാരണം വളരെ ഉപകാരപ്പെടുന്നൊരു ക്ലാസ്സാണ്. പലരും അലസരായിരിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അതുകൊണ്ട് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ആ ക്ലാസ് അതിൻ്റെ ശബ്ദമെങ്കിലും നിങ്ങൾ 2 തവണ നിർബന്ധമായും കേൾക്കണം. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ട്രെയിനിങ് ആണ്. ഇതെന്തല്ല, ഞാനും സമസ്തക്കാരനാണ്, ഞാനും വിക്കായക്കാരനാണ്. ഞാൻ SKSSFൻ്റെ ജില്ലാതല കോർഡിനേറ്ററായിരുന്നു. അത് നിങ്ങളുടെ പാലക്കാട് ജില്ലയിൽ, മലപ്പുറത്ത്, ജിദ്ദയിലല്ല. ജിദ്ദയിൽ നിങ്ങളെ കൊണ്ട് നിങ്ങൾ വിക്കായുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തോ എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളണ്ടിയർ സേവനത്തിന് പോരാം. നിങ്ങൾ സംസ്ഥാന SKSSFൻ്റെ വിക്കായുടെ ചെയർമാനായിട്ടും കാര്യമില്ല. അപ്പം അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ, എൻ്റെ ഭാഷയിൽ നിങ്ങൾക്ക് ഗൗരവം കൂടുതൽ തോന്നും. കാരണം എന്താ പറയുക, ഇതിന് അധ്വാനിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, മിന എന്ന് പറയുന്നത് ഒരു വലിയ കൃഷിസ്ഥലമാണ്. നിങ്ങൾ കലപ്പയില്ലാതെ, നിങ്ങളുടെ കയ്യിൽ മൃഗങ്ങളില്ലാതെ, അതല്ലെങ്കിൽ മിനിമം അവിടെയുള്ള പണിയായുധമില്ലാതെ നിങ്ങൾ പോയാൽ നിങ്ങൾ മരുഭൂമിയിൽ അകപ്പെട്ട ഒരു മനുഷ്യനെ പോലെ ആയിരിക്കും. നിങ്ങളെക്കൊണ്ട് നിങ്ങളുടെ സഹോദരനായ മറ്റൊരു വളണ്ടിയർക്ക് സേവനം ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ഇങ്ങനെ സംശയം ചോദിച്ചുകൊണ്ടേയിരിക്കും. എവിടെയാണ് കിങ് ഖാലിദ്, എവിടെയാണ് ഹോസ്പിറ്റൽ? 3 ദിവസം ഉണ്ടെങ്കിൽ 2.5 ദിവസം നിങ്ങൾ ചോദ്യം ചോദിക്കാരം. ആ ചോദ്യം ചോദിക്കുന്നതിനുള്ള മറുപടികളാണ് ഒന്നരായ സഹോദരൻ തൗസീഫ് നിങ്ങളോട് അഭിസംബോധന ചെയ്തത്. അതുകൊണ്ട് അതിൻ്റെ ശബ്ദരേഖ നിങ്ങൾ 2 തവണ ചുരുങ്ങിയത് കേൾക്കണം. വളരെ ഉപകാരപ്രദമായ ഒരു ക്ലാസ്സാണ് അദ്ദേഹം എടുത്തത്. അദ്ദേഹത്തിന് ഇസ്ലാമിക് സെൻ്ററിൻ്റെ പേരിലും ഫിക്കായുടെ പേരിൽ പ്രത്യേകിച്ചും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഒന്നരായ മുസ്തഫ ബാക്കവി നിങ്ങളോട് നിങ്ങളുടെ ഈമാൻ ഉറപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. നിങ്ങളുടെയൊക്കെ ഈമാൻ ഉറച്ചു തന്നെയല്ലേ? അപ്പോൾ ആണ്. പക്ഷെ എന്നാൽ പോലും നിങ്ങൾ ഒന്നുകൂടെ പാകപ്പെടേണ്ടതുണ്ട്. നമ്മൾ പുതിയാപ്പിള പോകുമ്പോൾ, ഇവരൊക്കെ അവിടെ കണ്ണൂക്കാരെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ പുതിയാപ്പിള പോകുമ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യും, ഒരു മോറൊക്കെ എന്തേലും പറയൽ, ഈ മോറൊക്കെ ഒന്ന് ബ്ലീച്ച് ചെയ്തിട്ട് എന്തൊരു സംഭവം ഉണ്ടല്ലോ, എന്തായാലും പറയല് അർഷാദെ, ഫേഷ്യലൊക്കെ ചെയ്ത്, ഫേഷ്യൽ എന്നല്ല പേരുണ്ട്, അത് നമ്മൾ ബാർബർ ഷോപ്പ് പറയുന്ന പേരാ ഫേഷ്യലിന്. ഇവർ ഏകദേശം ഒരു ദിവസമൊക്കെ എന്ത് ചെയ്യുന്ന പറയാം, ബാർബർ ഷോപ്പിൽ പോയി കിടക്കും വരാം അവിടെയുള്ള ആൾക്കാർ. എന്തിനാ? നമുക്കില്ലാത്ത ഭംഗി ഉണ്ടാക്കാനാണ്. മനസ്സിലാണ്ടോ? അതല്ല, ഇത് നമ്മളെന്ത് ചെയ്യാണ്, നമ്മൾ പാകപ്പെടണം. ഒരു ഹാജിയെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു മൃഗ സ്വഭാവം ഓരോ മനുഷ്യനിലുണ്ട്. ഒരു മൃഗ സ്വഭാവം. അതാണെന്ത്? നമ്മൾ ദേഷ്യം പിടിക്കുക, അതല്ലെങ്കിൽ നമ്മൾ ഷൗട്ട് ചെയ്യുക, ഇതൊക്കെ. ഇതവിടെ പാടില്ല. അവിടെ മനുഷ്യത്വം മാത്രം. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഒന്നരായ ഉസ്താദ് പറഞ്ഞതുപോലെ ഹുബ്ബ്. എൻ്റെ ഒരു സഹോദരനോട് ഞാൻ ദേഷ്യപ്പെടുമോ? അല്ലെങ്കിൽ എൻ്റെ ഭാര്യയെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. എൻ്റെ ഭാര്യയോട് എത്ര ദേഷ്യം ഉണ്ടെങ്കിലും എനിക്ക് കടിച്ചിറക്കാൻ കഴിയും. കാരണം എന്താ? എന്തോ നഷ്ടപ്പെടുമെന്നൊരു തോന്നൽ. അതുപോലെ ഈ ഹാജി അള്ളാഹുവിൻ്റെ അതിഥിയാണ്. വഫ്ദുള്ള, അള്ളാഹുവിൻ്റെ വാഫിദാണ്. അള്ളാഹുവിൻ്റെ വഫ്ദുകളെ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, ദേഷ്യം പിടിപ്പിക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആത്മാർത്ഥമായി അനുസരിക്കുകയും ഒന്നുകൂടെ ഈ ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ വിക്കായയുടെ അപേക്ഷാ ഫോം വീണ്ടും പറയാം. നിങ്ങളുടെ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത്, നിങ്ങളുടെ വിക്കായ വളണ്ടിയേഴ്സിൽ രജിസ്റ്റർ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുന്നത് നിങ്ങളുടെ അപേക്ഷാ ഫോമും ഇഖാമയും 2 ഫോട്ടോയും നമ്മുടെ ഫയലിൽ കയറുമ്പോഴാണ്. വളരെ ക്ലിയർ അല്ലേ പറഞ്ഞത്? അതുപോലെ ഫോം കിട്ടാത്ത ആളുകൾ എന്ത് ചെയ്യുക, അത് വാങ്ങുക. പിന്നെ ഭാഷാപരമായി ആർക്കെങ്കിലും ഹിന്ദി ഭാഷ അറിയില്ല, എനിക്ക് ഹിന്ദി അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് അറബി അറിയില്ല, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എങ്കിൽ കുറഞ്ഞ ഒരു 10-40 നമ്മുടെ ബേസിക് ഇൻഫർമേഷൻ നമ്മൾ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷം എന്ത് ചെയ്യും, മലയാളത്തിൽ നിങ്ങളുടെ പേരെന്താണ്, ആപ്കാ നാം ക്യാ ഹേ, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ, ടിപ്സുകൾ എഴുതി തരാം. അത് പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അല്ലാതെ പേപ്പറിൽ ഇങ്ങനെ നോക്കിയിട്ട് ആപ്കാ നാം ക്യാ ഹേ എന്നല്ല. അത് നിങ്ങളെന്ത് ചെയ്യണം, ഒരു 15 വർഷം പോയി ഒന്നരായ അസീസ് സാഹിബ്, നിങ്ങൾ 2 വർഷം പോകുമ്പോഴേക്ക് മിനായിലേക്കുള്ള ഭാഷ നിങ്ങളുടെ കയ്യിലുണ്ടാകണം. നിങ്ങൾക്കറിയായിരിക്കും ഒരു ഹംസ സാഹിബിന്, അദ്ദേഹം ഇന്ന് വലിയൊരു പണ്ഡിതനാണ് നമ്മുടെ നാട്ടിൽ. അദ്ദേഹം ഇറാനിലേക്ക് ഒരു യാത്ര തിരിച്ചതാണ്, കേട്ടിട്ടുണ്ടാവും അല്ലേ?
അദ്ദേഹം ഇന്ന് വലിയ ഒരു ഗഹനമായ പണ്ഡിതനെ കാണാൻ മാത്രമൊന്നുമില്ല. ഇപ്പോഴും പഴയ ശൈലിയിൽ നമ്മുടെ കോളറിൻ്റെ ബാക്കിൽ ബനിയൻ ടവൽ വെക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം, അദ്ദേഹം കുടുങ്ങിയതാണെന്നാണ് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്നു. ഇറാനി ഭാഷ അറിയില്ല, അതുകൊണ്ട് ഞാൻ ഇറാനി പഠിച്ചു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം തുടങ്ങുന്നത് പറഞ്ഞു. അതുപോലെ ചിലപ്പോൾ മിനായിൽ നിന്നുള്ള നിങ്ങളുടെ ഭാഷാ പഠനമായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം. അവസാനം കുറിച്ചുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ വല്ല ഹലാലായ ഉദ്ദേശങ്ങളും വെച്ചുകൊണ്ട് നിങ്ങൾ ഈ മിനായിലേക്ക് പുറപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശം സഫലീകരിക്കപ്പെടും. തീർച്ചയാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാം, ഇവിടുന്ന് എണീക്കുന്നതിന് മുമ്പ് സഹോദരന്മാർ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ നിർത്തുകയാണ്. ചായ കുടിച്ച് കഴിയാനുള്ളൊരു സമയമാണ് ഞാൻ എന്ത് ചെയ്തത് ഉപയോഗപ്പെടുത്തി. അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ്സായിട്ട് അങ്ങോട്ട് പോകുന്നുള്ളതുകൊണ്ടാണ്. ചായ കുടിച്ച് ക്ലാസ്സൊക്കെ ഇവിടെ കൊടുത്തതിന് ശേഷം ഒന്നുമില്ലാത്ത ആളുകൾ നേരെ എന്ത് ചെയ്യുക, താഴെ പോയി ഒതുണ്ടാക്കി വരിക. എന്നിട്ട് ഇവിടെ നിന്നാണ് ബാക്കിലുള്ള ആളുകളൊക്കെ ഒന്ന് കേൾക്കുകയും, നമ്മൾ നമസ്കരിക്കുന്നത് ഇഷാ നമസ്കാരം ഇവിടെ നിന്ന് നിസ്കരിച്ചിട്ടാണ് പോകുന്നത്. എത്ര ധൃതിയുള്ള ആളുകളാണെങ്കിൽ ശരി, നിസ്കരിച്ച് മാത്രമേ നമ്മുടെ ഗേറ്റിന് പുറത്തേക്ക് പോകാവൂ. അത് കഴിഞ്ഞ് നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്ത ട്രെയിനിങ്ങിൻ്റെ വിവരങ്ങൾ അടുത്ത ആഴ്ച പറയും. അടുത്ത ആഴ്ച തന്നെ ഉണ്ടാവാനാണ് സാധ്യത. കാരണം അദ്ദേഹം 9 മണിക്ക് ശേഷം വിവരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അദ്ദേഹത്തെ വിളിച്ചതിന് ശേഷം നമുക്ക് വിവരം